എൻ്റെ കയ്യിലേക്ക് ക്ലച്ച് കണ്ട. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഭയങ്കര ഹെവി ടൈറ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. ഹെവി ടൈറ്റ്, ഗിയർ വിടാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഭയങ്കര ജെർക്കിങ്, ഇതൊക്കെയായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ അത് അയച്ചു നോക്കിയപ്പോൾ കണ്ടൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ ബ്ലേഡ് പോലെ ആയിപ്പോയി കണ്ടോ. അതുപോലെ 3 ഫിംഗർ ഒടിഞ്ഞിട്ടുണ്ട് കണ്ടോ, 1 2 3, ആ 3 ഒടിഞ്ഞെടുക്കുകയാണ് കണ്ടോ. ഇവിടെയൊക്കെ ബ്ലേഡ് പോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലാണ് റിലീസ് ബെയറിംഗ് ഒന്ന് പ്രസ്സായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രസ് ഫുള്ള് തേഞ്ഞ് പോയി കണ്ടോ. ഇത്രയും ഭാഗം തേഞ്ഞ് പോയിട്ട് ഒടിഞ്ഞു പോയിക്കാണ്. കസ്റ്റമർക്ക് ഭാഗ്യമുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മൊത്തത്തിൽ ഒടിഞ്ഞു. ഇവിടെ നിന്ന് മൊത്തം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ ഫ്ലൈവിനകത്തോട്ട് കയറി ഫ്ലൈവിലൊക്കെ മൊത്തം സ്ക്രാച്ചസ് വീണ് ഫ്ലൈവിലൊക്കെ ചേഞ്ച് അവസരമായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെയൊന്നും പണിയൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ ക്ലച്ച് ടൈറ്റുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ടോ, ഈ കാണുന്ന ഫിംഗറുകൾക്ക് കാലപ്പഴക്കം കൊണ്ട് നല്ല ടൈറ്റ് വരാം, ടൈറ്റ്നെസ് വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിപ്പോൾ ക്ലച്ച് കേബിൾ ഉണ്ടായി, ഇപ്പോൾ കേബിൾ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും ടൈറ്റ് വരാം കേട്ടോ. അപ്പോൾ ക്ലച്ച് ടൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓടിച്ചെന്ന് ക്ലച്ച് അസംബ്ലി മാറാതെ കേബിൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇത് തന്നെയായിരുന്നു, പ്ലേറ്റ് തന്നെയായിരുന്നു കംപ്ലയിൻറ്റ്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ മൊത്തം തേഞ്ഞ് വയ്ക്കണുണ്ടോ, ഇങ്ങനെ ഈ അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലച്ചൊക്കെ ടൈറ്റ് വന്നാൽ ചെക്ക് ചെയ്യുക. ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലച്ച് എത്രയും പെട്ടെന്ന് മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഈ ഫിംഗറൊക്കെ ഒടിഞ്ഞ് നമ്മുടെ ഫ്ലൈവിലൊക്കെ കയറി കഴിഞ്ഞാൽ ആകെ വള്ളിക്കെട്ടാവും കേട്ടോ. അപ്പോൾ ക്ലച്ച് ടൈറ്റ് ഉള്ളൊരു കാരണം ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ക്ലച്ച് ടൈറ്റ് വന്നാൽ കിട്ടുന്നൊരു പണിയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഉണ്ടോ കേട്ടോ.